നമസ്കാരം. കേരളം കാത്തിരുന്ന ആ രാഷ്ട്രീയ പോരാട്ടം അടുത്ത ഘട്ടത്തിലേക്ക്. നാടകീയമായ അറസ്റ്റും 18 ദിവസത്തെ ജയിൽവാസവും കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് കഴിഞ്ഞ ദിവസമാണ് മടങ്ങിയെത്തിയത്. അത് വെറുമൊരു മടക്കയാത്രയായിരുന്നില്ല. മന്ത്രി ഗണേഷ് കുമാറിനെതിരെയും ഇടത് സർക്കാരിനെതിരെയും വിട്ടുവീഴ്ചയില്ലാത്തൊരു യുദ്ധപ്രഖ്യാപനം കൂടിയായിരുന്നു. ഉമ്മൻചാണ്ടി ദ്രോഹിച്ചവർക്ക് കാലം കരുതിവെച്ച ശിക്ഷയാണ് ഇതൊക്കെയെന്ന് രാഹുൽ തുറന്നടിക്കുമ്പോൾ കേരള രാഷ്ട്രീയം വീണ്ടും പുകയുന്നു. ഒരു വശത്തെ കേസുകളും സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടവും, മറുവശത്ത് പാലക്കാട് പിടിക്കാനുള്ള രാഷ്ട്രീയ നീക്കങ്ങളും. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലക്ഷ്യം? ഗണേഷ് കുമാറിന്റെ കുടുംബ പ്രശ്നങ്ങളും ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച ആരോപണങ്ങളും രാഹുൽ ആയുധമാക്കുകയാണ്. എന്റെ ഹോട്ടൽ മുറി അർദ്ധരാത്രി വളഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്ത പിണറായിയുടെ പോലീസ് സ്വന്തം ഭാര്യ പരാതി നൽകിയ ഗണേഷിനെ എന്തുകൊണ്ട് തൊടുന്നില്ല? ഇത് ഇരട്ട നീതിയാണ് എന്ന് രാഹുൽ തുറന്നടിച്ചു. ഈ കടന്നാക്രമണം കോൺഗ്രസിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. കാരണം ഗണേഷിനെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് മുന്നണി ബന്ധങ്ങളെ ബാധിക്കുമോ എന്ന ഭയം പാർട്ടിക്കുണ്ട്. രാഹുലിനെതിരെ CPM നടത്തുന്ന പ്രചാരണം ഇങ്ങനെയാണ്: ബലാത്സംഗ കേസിൽ പ്രതിയായ ഒരാൾ മറ്റൊരാളുടെ കുടുംബകാര്യം പറയുന്നത് പരിഹാസ്യമാണ്. അറസ്റ്റിലായതിനു ശേഷം ക്യാമറകൾക്ക് മുന്നിൽ വന്ന് ഗണേഷ് കുമാറിനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്നാണ് CPM കേന്ദ്രങ്ങൾ പറയുന്നത്. രാഹുലിന്റെ ഈ ഷോ പാലക്കാട്ടെ വോട്ടർമാരെ സ്വാധീനിക്കില്ലെന്നും CPM അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ എവിടെയും മത്സരിക്കാൻ തയ്യാറാണെന്ന രാഹുലിന്റെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ്. പാലക്കാട് മണ്ഡലത്തിൽ തന്റെ സ്വാധീനം ഉറപ്പിക്കുവാനും വോട്ടർമാരുടെ മനസ്സറിയാനുമുള്ള ഒരു വൻ നീക്കമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. എന്നാൽ ഭരണവിരുദ്ധ വികാരം, സ്വന്തം പേരുള്ള കേസുകളും രാഹുലിന് മുന്നിൽ വലിയ വെല്ലുവിളികളാണ്. 3 ബലാത്സംഗ കേസുകളിൽ ഹൈക്കോടതി നൽകിയ ജാമ്യം റദ്ദാക്കൽ സുപ്രീം കോടതിയിൽ നീക്കം നടക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് കോടതി വിധി തിരിച്ചടിയായാൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ പ്രതിസന്ധിയിലാകും. ഗണേഷ് കുമാറിനെതിരെ രാഹുൽ നടത്തുന്ന പരസ്യമായ കടന്നാക്രമണം കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നതയുണ്ടാക്കിയിട്ടുണ്ട്. ഗണേഷിനെ പോലെ ഒരു നേതാവിനെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് വോട്ടർമാരെ അകറ്റുമോ എന്ന ഭയം നേതൃത്വത്തിനുണ്ട്. ബലാത്സംഗ കേസ് പ്രതിയെ നിയമസഭയിലേക്ക് അയക്കണമെന്ന ചോദ്യമുയർത്തി സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുവാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. 18 ദിവസത്തെ ജയിൽവാസം ഒരു രാഷ്ട്രീയ നാടകമാണെന്ന് വരുത്തി തീർക്കുവാൻ അവർ ശ്രമിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമോ? പാലക്കാട്ടെ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുമോ? അതോ മന്ത്രി ഗണേഷ് കുമാറുമായുള്ള ഈ ഏറ്റുമുട്ടൽ രാഹുലിന് തിരിച്ചടിയാകുമോ? സുപ്രീം കോടതിയിൽ നിന്നുള്ള വരാനിരിക്കുന്ന വിധി കേരള രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റും. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സാഹചര്യമായതിനാൽ ജനങ്ങളുടെ വികാരം വളരെ പ്രധാനമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗണേഷ് കുമാറിനെതിരെ ഇത്ര കടുത്ത നിലപാടെടുക്കുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് അന്തരിച്ച നേതാവ് ഉമ്മൻചാണ്ടിയോടുള്ള ഗണേഷിന്റെ സമീപനമാണ്. സോളാർ വിവാദ കാലത്ത് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവരുടെ കൂട്ടത്തിൽ ഗണേഷ് കുമാറും ഉണ്ടായിരുന്നുവെന്ന് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നുണ്ട്. അന്ന് ഉമ്മൻചാണ്ടി ദ്രോഹിച്ചവർ ഇത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ പണി വാങ്ങുന്നു എന്ന രാഹുലിന്റെ പരാമർശം UDF അണികൾക്കിടയിൽ വലിയ ആവശ്യമാണ് ഉണ്ടാക്കിയത്. ഇത് വെറുമൊരു രാഷ്ട്രീയ പോരാട്ടമല്ല, പകരം ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയുള്ള ഒരു കണക്കു തീർക്കൽ കൂടിയാണ്. രാഹുലിനെ അറസ്റ്റ് ചെയ്യുവാൻ കാണിച്ച വേഗത എന്തുകൊണ്ട് ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ പോലീസ് കാണിക്കുന്നില്ല? സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്ന ഇടതു സർക്കാർ സ്വന്തം മന്ത്രിയുടെ ഭാര്യ പരാതി നൽകിയിട്ടും എന്തുകൊണ്ട് മൗനം പാലിച്ചു? ഈ ചോദ്യങ്ങളൊക്കെയാണ് സർക്കാരിന് വലിയ വെല്ലുവിളി ഉണർത്തിയത്. ഹൈക്കോടതി അനുവദിച്ച് മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചതോടെ രാഹുലിന്റെ വഴിയിൽ കരിനിഴൽ വീണിരിക്കുകയാണ്. സുപ്രീം കോടതി ഈ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും രാഹുലിനെ നോട്ടീസ് അയക്കുകയും ചെയ്താൽ അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകും. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും ഒരു പോരാളിയെ രാഹുൽ വീണ്ടും കളം നിറയുന്നു. 3 ബലാത്സംഗ കേസുകൾ, 18 ദിവസത്തെ ജയിൽവാസം. 3 ബലാത്സംഗ കേസുകൾ, 18 ദിവസത്തെ ജയിൽവാസം. ഇതുകൊണ്ടൊന്നും തന്നെ തളർത്താനാവില്ലെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ. സ്വന്തം ഭാര്യ പരാതി നൽകിയ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ രാഹുൽ തൊടുത്തുവിട്ട ചോദ്യങ്ങൾ പിണറായി സർക്കാരിന്റെ ഉറക്കം കെടുത്തി. രാഹുൽ ഇപ്പോൾ സാങ്കേതികമായി കോൺഗ്രസിന് പുറത്തുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗണേഷിനെ ആക്രമിക്കുന്നത് കോൺഗ്രസിനെ നേരിട്ട് ബാധിക്കില്ല. എന്നാൽ UDFന്റെ മുഖ്യ ശത്രുവായ ഗണേഷിനെ രാഹുൽ ആക്രമിക്കുന്നത് അണികൾക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. ഔദ്യോഗികമായി കോൺഗ്രസ് ഇതിനെ പിന്തുണച്ചില്ലെങ്കിലും ഗണേഷിനെ പോലുള്ള ഒരു മന്ത്രിയുടെ വീഴ്ചകൾ തുറന്നു കാട്ടുന്നത് പ്രതിപക്ഷത്തിന് ഗുണകരമെന്നാണ് നേതൃത്വം രഹസ്യമായി കരുതുന്നത്. രാഹുലിനെ തടയാൻ കോൺഗ്രസിന് കഴിയില്ല. കാരണം അദ്ദേഹം ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തകനായാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. പാലക്കാട്ടെ ജനങ്ങൾ രാഹുലിനെ കൈവിട്ടിട്ടില്ല. ബലാത്സംഗ കേസുകൾ രാഹുലിനെ തകർക്കാൻ CPM മെനഞ്ഞെടുത്ത തിരക്കഥയാണെന്നാണ് വോട്ടർമാർ വിശ്വസിക്കുന്നത്. 18 ദിവസത്തെ ജയിൽവാസം രാഹുലിന് ഒരു രക്തസാക്ഷി പരിവേഷം നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ ഉയർത്തുന്ന ഓരോ ചോദ്യവും കേവലം വ്യക്തിപരമായ ആരോപണങ്ങളല്ല, അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളമാണ്.
കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടുവെങ്കിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ രാഹുൽ ഇപ്പോഴും സുരക്ഷിതനാണ്. തന്നെ ജയിൽവാസം കൊണ്ടൊന്നും തകർക്കാമെന്ന് ആരും കരുതണ്ട എന്ന് രാഹുൽ ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. തനിക്കെതിരെയുള്ള 3 ബലാത്സംഗ കേസുകളെ രാഷ്ട്രീയമായി നേരിടുവാൻ രാഹുൽ കണ്ടെത്തിയ വഴിയാണ് ഗണേഷ് കുമാർ വിവാദം. ഭാര്യ പരാതി നൽകിയ മന്ത്രിയെ സംരക്ഷിക്കുന്ന സർക്കാരിനെ വേട്ടയാടുന്ന ഇരവാദം ജനങ്ങൾക്കിടയിൽ ഫലിക്കുന്നുണ്ട്. ഔദ്യോഗികമായി കോൺഗ്രസ് രാഹുലിനെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും സതീഷിനും സംഘവും രാഹുലിന്റെ ഈ കടന്നാക്രമണത്തെ ആസ്വദിക്കുന്നുണ്ട്. ഗണേഷിനെ പോലൊരു ഘടകകക്ഷി നേതാവിനെ പ്രതിരോധത്തിലാക്കുവാൻ രാഹുലിനെ പോലൊരു ഫ്രീലാൻഡ് പോരാളി വേണമെന്ന കോൺഗ്രസ് നേതൃത്വം കരുതുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച പാലക്കാട്ടെ ജനങ്ങളോട് കടപ്പാടുണ്ട്. ഏത് സ്ഥാനാർത്ഥി വന്നാലും ആരെ ജയിപ്പിക്കണമെന്നത് മതേതര മനസ്സുള്ള പാലക്കാട്ടെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. വലിയ വെല്ലുവിളി വന്ന സമയത്തെല്ലാം നാം അത് കണ്ടതാണ്. താൻ വീണ്ടും മത്സരിക്കണമെന്ന് പറയുന്നവരോട് സ്നേഹവും സന്തോഷവും മാത്രമാണുള്ളത്. പൊതുപ്രവർത്തകനായി ഇനിയും തുടരും. PK ശശിയെ UDF സ്ഥാനാർത്ഥിയാക്കുമോ എന്നതിൽ അഭിപ്രായം പറയുവാൻ താൻ ആളല്ല. പാർട്ടി നടപടി നേരിടുന്നതിനാൽ മറ്റു സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിന് ഇറങ്ങുവാൻ സാധിക്കില്ലെന്നും രാഹുൽ പറഞ്ഞു. 1.5 വർഷമായി പാലക്കാടിന്റെ MLA എന്ന നിലയിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വിശദീകരിക്കുമെന്നും രാഹുൽ പ്രതികരിച്ചിരുന്നു. മതേതര മനസ്സുള്ള പാലക്കാട്ടെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം ആരെ ജയിപ്പിക്കണമെന്ന രാഹുലിന്റെ വാക്കുകൾ എതിരാളികൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ്. കഴിഞ്ഞ 1.5 വർഷമായി പാലക്കാടിന്റെ MLA എന്ന നിലയിൽ താൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാനാണ് രാഹുൽ തയ്യാറെടുക്കുന്നത്. വികസനത്തിന്റെ കണക്കുകൾ നിരത്തി രാഷ്ട്രീയ ആരോപണങ്ങളെ പ്രതിരോധിക്കുവാനാണ് അദ്ദേഹത്തിന്റെ നീക്കം. താൻ വീണ്ടും മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോടുള്ള സ്നേഹവും സന്തോഷവും പങ്കുവച്ച് രാഹുൽ പൊതുജന പ്രവർത്തകനായി എന്നും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. പാർട്ടി നടപടി നേരിടുന്നതിനാൽ UDFന്റെ മറ്റു സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിന് ഇറങ്ങുവാൻ തനിക്ക് സാധിക്കില്ലെന്ന സത്യസന്ധമായ നിലപാട് രാഹുൽ സ്വീകരിച്ചു. PK ശശിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് രാഷ്ട്രീയ പക്വതയും അദ്ദേഹം പ്രകടിപ്പിച്ചു. തനിക്കെതിരെ ഉയർന്നു വരുന്ന വെല്ലുവിളികളെല്ലാം അതിജീവിച്ച ചരിത്രമാണ് രാഹുലിനുള്ളത്. 18 ദിവസത്തെ ജയിൽവാസം തന്നെ തളർത്തിയിട്ടില്ലെന്ന് തെളിയിക്കുവാനാണ് അദ്ദേഹം ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ആഞ്ഞടിക്കുന്നത്. ഭാര്യയുടെ പരാതിയിൽ പോലും നടപടിയെടുക്കാത്ത പോലീസിനെതിരെ രാഹുൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ ജനങ്ങൾക്കിടയിലും വലിയ ചർച്ചയാകുന്നുണ്ട്. കോൺഗ്രസിന് പുറത്താണെങ്കിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം നടത്തുന്ന ഈ പോരാട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി മാറ്റാൻ പോകുന്നവയാണ്. പാലക്കാടിന്റെ വികസന നായകനെന്ന പ്രതിച്ഛായയും ഗണേഷ് കുമാറിനെതിരെയുള്ള പോരാളി എന്ന പരിവേഷവും രാഹുലിനെ ഇപ്പോഴും പാലക്കാടുമായി അടുപ്പിക്കുകയാണ്. വികസനത്തിന്റെ കണക്കുകളുമായി രാഹുൽ വരും ദിവസങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം പാലക്കാട്ടേക്ക് ഉറ്റുനോക്കുന്നു.